ഹൃദയം എക്സാംസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്നോണം നിങ്ങൾക്ക് വേണ്ടി നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് കുറച്ച് മുൻകാല നെറ്റ് പരീക്ഷയുടെ ചോദ്യങ്ങളിലൂടെ കടന്നു പോവാം. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രാചീന ഗ്രന്ഥകാരന്മാർ കേരളം, ചേരളം എന്നീ പേരുകൾ മിക്കവാറും പര്യായ പദങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ നൽകിയിരിക്കുന്ന പ്രസ്താവന കേരം എന്നത് ചേരത്തിൻ്റെ കർണാടകോച്ചാരണമാണെന്ന് ഗുണ്ടർട്ട് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ഓപ്ഷൻ സിയിൽ നൽകിയിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് വില്യം ലോഗന്റെ അഭിപ്രായത്തിൽ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമാണ്. അപ്പം ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ബി മാത്രം ശരി, ഓപ്ഷൻ ബി എ സി മാത്രം ശരി, ഓപ്ഷൻ സി ബി സി മാത്രം ശരി, ഓപ്ഷൻ ഡി എയും ബിയും സിയും ശരി. അപ്പം ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും, അതായത് കേരം, ചേരം എന്നീ പേരുകൾ മിക്കവാറും പര്യായ പദങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനയും, കേരം എന്നത് ചേരത്തിൻ്റെ കർണാടക ഉച്ചാരണമാണെന്നുള്ള പ്രസ്താവനയും, അതുപോലെ തന്നെ വില്യം ലോഗന്റെ അഭിപ്രായമായ മലബാർ എന്ന പേരിൻ്റെ ഉൽപ്പത്തി അർദ്ധവൈദേശികമാണെന്നുള്ള പ്രസ്താവനയും, ഇത് മൂന്നും ശരിയാണ്. ഇതിനെക്കുറിച്ച് കേരള ചരിത്രത്തിൽ എ ശ്രീധരമേനോൻ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഉത്തരം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ വളരെ ആഴത്തിലുള്ള വായനയും അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പ്രസ്താവന ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നമുക്ക് പ്രയാസമാവും. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ഇൻഡോ യൂറോപ്യൻ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മാത്രം വരുന്ന ഗണം ഏത്? ഓപ്ഷൻ എ ഇംഗ്ലീഷ്, ഓപ്ഷൻ ബി സംസ്കൃതം, ഓപ്ഷൻ സി ഗ്രീക്ക്, ഓപ്ഷൻ ഡി അറബി, ഓപ്ഷൻ ഇ ഈജിപ്ഷ്യൻ. അതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? എയിൽ നൽകിയിരിക്കുന്നത് എ ബി സി മാത്രം ശരി, ബിയിൽ നൽകിയിരിക്കുന്നത് എ സി ഡി മാത്രം ശരി, സി നൽകിയിരിക്കുന്നത് ബി സി ഇ മാത്രം ശരി, ഡി എ ബി സി ഡി മാത്രം ശരി. അപ്പം ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും ഓപ്ഷൻ സിയും ശരിയാണ് എന്നുള്ളതാണ്. അതായത് ഇംഗ്ലീഷും സംസ്കൃതവും ഗ്രീക്കും ഇത് 3 ഇൻഡോ യൂറോപ്യൻ ഭാഷാ ഗോത്രത്തിൽ പെടുന്ന ഭാഷകളാണ്. അപ്പോൾ നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ എയിൽ ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എയും ബിയും സിയും മാത്രം ശരി എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ്രാവിഡ ഗോത്രം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ വില്യം ജോൺസ്, ഓപ്ഷൻ ബി റോബർട്ട് കാൽഡ്വെൽ, ഓപ്ഷൻ സി വില്യം ക്യാരി, ഓപ്ഷൻ ഡി FW എല്ലിസ്. നമുക്കറിയാം ദ്രാവിഡ ഗോത്രം എന്നുള്ള ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് FW എല്ലിസ് ആണ്. FW എല്ലിസ് ആണ് ദ്രാവിഡ ഗോത്രത്തെക്കുറിച്ച് ആദ്യമായിട്ട് പരാമർശിച്ചത്. അതിനുശേഷമാണ് ആധികാരികമായിട്ട് ദ്രാവിഡ ഗോത്രത്തെക്കുറിച്ച് പറയുകയും ദ്രാവിഡ ഗോത്രം എന്നുള്ള നാമകരണം ചെയ്യുകയൊക്കെ ചെയ്തത് റോബർട്ട് കാൽഡ്വെൽ ആണ്, അല്ലേ? അപ്പം നമ്മൾ ഓർത്ത് വെക്കുക, ആദ്യമായിട്ട് ദ്രാവിഡ ഗോത്രം എന്നുള്ള സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചത് FW എല്ലിസ് ആണ്. അതിനുശേഷമാണ് റോബർട്ട് കാൽഡ്വെൽ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമുക്കിനി 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ എ AR രാജരാജവർമ്മ, ഓപ്ഷൻ ബി വടക്കുംകൂർ രാജരാജവർമ്മ, ഓപ്ഷൻ സി വില്യം ലോഗൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ എ AR രാജരാജവർമ്മ, ഓപ്ഷൻ ബി വടക്കുംകൂർ രാജരാജവർമ്മ, ഓപ്ഷൻ സി വില്യം ലോഗൻ, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നതിൽ ഗണികാവൃത്തി പ്രമേയമായി വരുന്ന കൃതികൾ മാത്രം വരുന്ന ഗണം. ഓപ്ഷൻ എ കുട്ടനീമതം, ഓപ്ഷൻ ബി മാധവ നിദാനം, ഓപ്ഷൻ സി അനംഗരംഗം, ഓപ്ഷൻ ഡി സുശ്രുത സംഹിത, ഓപ്ഷൻ ഇ ലീലാവതി. ചോദ്യം നമ്പർ 6. ബ്രാഹ്മണർക്ക് ഈ രാജ്യത്തിൻ്റെ മേൽ ഉച്ഛൃംഖലമായ അധികാരവും സ്വാധീന ശക്തിയും സുരക്ഷിതമാക്കുക എന്ന ദൃഢലക്ഷ്യത്തോടു കൂടി എഴുതിപ്പിടിപ്പിച്ച വിഡ്ഢിത്തം നിറഞ്ഞ കെട്ടുകഥകളുടെ ഒരബദ്ധ പഞ്ചാംഗമാണ് കേരളോൽപ്പത്തി. ആരുടെ നിരീക്ഷണം? ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ബി KP പത്മനാഭമേനോൻ, ഓപ്ഷൻ സി ഹെർമൻ ഗുണ്ടർട്ട്, ഓപ്ഷൻ ഡി വില്യം ലോഗൻ. അപ്പം ആരാണ് ഇങ്ങനെ കേരളോൽപ്പത്തിയെ കെട്ടുകഥകളുടെ ഒരബദ്ധ പഞ്ചാംഗം എന്ന് വിശേഷിപ്പിച്ചതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അങ്ങനെ നിരീക്ഷിച്ചത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വില്യം ലോഗനാണ്. വില്യം ലോഗനാണ് അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 7ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ MV വിഷ്ണു നമ്പൂതിരിയുടെ കൃതികൾ മാത്രം വരുന്ന ഗണം തിരിച്ചറിയുക. ഓപ്ഷൻ എ വർണ്ണ സങ്കല്പവും മുഖത്തെഴുത്തും, ഓപ്ഷൻ ബി നാടൻ പാട്ടുകൾ മലയാളത്തിൽ, ഓപ്ഷൻ സി ഫോക്ലോർ നിഘണ്ടു, ഓപ്ഷൻ ഡി ഫോക്ലോർ സംസ്കാരം, ഓപ്ഷൻ ഇ അമ്മ ദൈവവും സംസ്കാരവും. അതിലെ വർണ്ണസങ്കല്പവും മുഖത്തെഴുത്തും, നാടൻ പാട്ടുകൾ മലയാളത്തിൽ, ഫോക്ലോർ നിഘണ്ടു, ഇത് മൂന്നും MV വിഷ്ണു നമ്പൂതിരി തന്നെ രചിച്ചതാണ്. ഇത് മൂന്നും MV വിഷ്ണു നമ്പൂതിരിയുടേതാണ്. ഒരിക്കൽ കൂടി പറയാം. ഏതൊക്കെയാണ്? വർണ്ണസങ്കല്പവും മുഖത്തെഴുത്തും, നാടൻ പാട്ടുകൾ മലയാളത്തിൽ, ഫോക്ലോർ നിഘണ്ടു. അപ്പം നമ്മൾ എപ്പോഴും MV വിഷ്ണു നമ്പൂതിരിയുടെ കേൾക്കുന്ന കൃതികളല്ല ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കുള്ള കൃതികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, MV വിഷ്ണു നമ്പൂതിരിയുടെ പോലെയുള്ള ഫോക്ലോറുമായി ബന്ധപ്പെട്ട് വരുന്നവരുടെ കൃതികൾ പരമാവധിയും നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നും കൂടി, വർണ്ണസങ്കല്പവും മുഖത്തെഴുത്തും, നാടൻ പാട്ടുകൾ മലയാളത്തിൽ, ഫോക്ലോർ നിഘണ്ടു, ഇത് മൂന്നും MV വിഷ്ണു നമ്പൂതിരിയുടെ കൃതികളാണ്. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ 8. കമലാകര പരിലാളിത കഴൽ തന്നിണ വടിവോട് അമരാവതി വിരവോധത തൊഴുതീടിന സമയേ. ഈ വരികൾ ഉൾക്കൊണ്ടിട്ടുള്ള കൃതി ഏത്? ഓപ്ഷൻ എ അധ്യാത്മരാമായണം, ഓപ്ഷൻ ബി കണ്ണശരാമായണം, ഓപ്ഷൻ സി കൃഷ്ണഗാഥ, ഓപ്ഷൻ ഡി രാമായണം ചമ്പു. ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ 3, ഓപ്ഷൻ സി ആയിട്ടുള്ള കൃഷ്ണഗാഥയാണ്. കൃഷ്ണഗാഥയിലെ വരികളാണിത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. കുന്നുമലയും ഭൂപ്രകൃതിയായ തിണ ഏത്? ഓപ്ഷൻ 1 നൽകിയിരിക്കുന്നത് നെയ്തലാണ്, 2 നൽകിയിരിക്കുന്നത് മരുതമാണ്, 3 നൽകിയിരിക്കുന്നത് കുറിഞ്ചിയാണ്, 4 നൽകിയിരിക്കുന്നത് പാലയാണ്. അപ്പം ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം, കുറിഞ്ചിയാണ് ശരിയായ ഉത്തരം. കുന്നും മലയും ഉൾപ്പെടുന്ന ഭൂപ്രകൃതി എന്ന് പറയുന്നത് കുറിഞ്ചിയാണ്. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. മരുതം എന്ന് പറയുന്നത് കൃഷിയോഗ്യമായിട്ടുള്ള സ്ഥലത്തെയാണ് നമ്മൾ മരുതം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പാല എന്ന് പറയുന്നത് വരണ്ട ഭൂപ്രദേശമാണ്. അപ്പോൾ കുന്നും മലയും ഭൂപ്രകൃതിയായിട്ടുള്ള തിണ എന്ന് പറയുന്നത് കുറിഞ്ചിയാണ് എന്ന് ഓർക്കുക. ലാസ്റ്റത്തെ ചോദ്യം, ഇന്നത്തെ ക്ലാസ്സിലെ 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചോളാക്രമണത്തിന് വിധേയമായ ആദ്യ സ്ഥലം ഏതാണ് എന്നുള്ളതാണ്. 1ാമത്തെ ഓപ്ഷൻ പാർത്ഥിവപുരം, 2ാമത്തെ ഓപ്ഷൻ കാന്തളൂർശാല, 3ാമത്തേത് കൊടുങ്ങല്ലൂർ, 4 തിരുവഞ്ചിക്കുളം. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്?
നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാവും. കാന്തളൂർ ശാല, കൊടുങ്ങല്ലൂർ എന്നൊക്കെ കാണുമ്പോൾ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏതായിരിക്കും എന്ന് മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്, സംശയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർക്കുക, ചോളാക്രമണത്തിന് വിധേയമായിട്ടുള്ള ആദ്യ സ്ഥലം എന്ന് പറയുന്നത് കാന്തളൂർ ശാലയാണ്. കാന്തളൂർ ശാലയാണ് ചോളാക്രമണത്തിന് വിധേയമായ ആദ്യ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. കൂടുതൽ ചോദ്യങ്ങളിലൂടെ കടന്നു പോവുക. കൂടുതൽ ഉത്തരങ്ങളെ പരിചയപ്പെടുക. എക്സാം ഹാളിൽ എത്തുമ്പോഴേക്കും യാതൊരു സംശയവും വരാത്ത രീതിയിലേക്ക് നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. ശരിയായിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ഒരു ശേഷി വികസിപ്പിച്ചെടുക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.